അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഒരു വീടും മലക്കുകൾ പ്രവേശിക്കാത്ത ഒരു വീടും ഒരുപോലെയാണോ? നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ബർക്കത്തുള്ള ഒരു വീടാണ്, സമാധാനമുള്ള കുടുംബമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ ജീവിതമാണ്. പക്ഷെ അറിയാതെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാരണം മലക്കുകൾ വീട്ടിൽ പ്രവേശിക്കാതിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഒരു വീട് വലുതായതുകൊണ്ടോ സമ്പത്ത് കൂടുതലായതുകൊണ്ടോ അനുഗ്രഹീതമാകുന്നില്ല. അള്ളാഹുവിൻ്റെ സ്മരണയും അനുസരണയും ഉള്ളിടത്താണ് യഥാർത്ഥ ബർക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നായയെ അനാവശ്യമായി വീട്ടിൽ വളർത്തൽ. ശരീഅത്ത് അനുവദിക്കുന്ന ആവശ്യങ്ങൾ ഒഴികെ. അതുപോലെ ജീവജാലങ്ങളുടെ ചിത്രങ്ങളോ പ്രതിമകളോ ആദരവോടെ പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചും ഹദീസുകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ ഖുർആൻ പാരായണമില്ല, നമസ്കാരമില്ല, അള്ളാഹുവിൻ്റെ ദിക്റുകളില്ല, എന്നാൽ ആ വീട്ടിലെ ഹൃദയങ്ങൾ പതിയെ വരണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ശൈത്താൻ താമസിക്കില്ല എന്നാണ്. ഇതിൽ നിന്ന് ഖുർആൻ നിറഞ്ഞ വീടിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വലിയ തെറ്റ് കുടുംബങ്ങൾ തമ്മിലുള്ള ശപിക്കൽ, വഴക്ക്, പരസ്പരം അപമാനിക്കൽ. അള്ളാഹുവിനെ ഓർക്കേണ്ട വീട്ടിൽ ദിവസവും കലഹമുണ്ടെങ്കിൽ ആ സമാധാനം നഷ്ടപ്പെടും. സഹോദരങ്ങളെ, നമ്മുടെ വീട് ഒരു ചെറിയ ജന്നത്ത് പോലെയാണെങ്കിൽ 5 നേരത്തെ നമസ്കാരമുണ്ടാകണം, ഖുർആൻ പാരായണമുണ്ടാകണം, സലാം പറയുന്ന പതിവുണ്ടാകണം, ദുആ ഉണ്ടാകണം, മാതാപിതാക്കളോടുള്ള ബഹുമാനമുണ്ടാകണം, മക്കൾക്ക് ദീൻ പഠിപ്പിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ വീട്ടിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വീടുകളെ നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണോ അവിടെ നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ അവനെ കോപിക്കുന്ന കാര്യങ്ങളാണോ എന്ന്. ഇന്നു മുതൽ നമ്മുടെ വീടുകളെ ഖുർആൻ മുഴങ്ങുന്ന വീടുകളാക്കാം, നമസ്കാരം നിലനിൽക്കുന്ന വീടുകളാക്കാം. അള്ളാഹു നമ്മുടെ വീടുകളിൽ റഹ്മത്തും ബർക്കത്തും സമാധാനവും നിറക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.